ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മലയാളി ജി. ഞാൻ ഏകദേശം ഒരു വർഷമായി കാണുന്നില്ലായിരുന്നു, കുറച്ചയാൾ ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ ഗജയുടെ ട്രാവലർ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യക്കകത്ത്. ഇന്ന് നമ്മൾ പൊളിക്കാൻ പോകുന്നത് ഇനിയും ഈ ഇതിനകത്താണ്. നിങ്ങൾക്കിനി വേറെ വല്ല ഏത് വെഹിക്കിളിൻ്റെ വല്ലതും ഇത് വേണമെങ്കിൽ നിങ്ങളെനിക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ടാൽ മതി. പക്ഷേ ഇത് കുറച്ച് നല്ല ഇതാണ്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു ഇതിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ. എന്തുവായാലും നമ്മൾ ഈ ട്രാവലറും എടുത്ത് നമ്മുടെ പിള്ളേരെ ഒന്ന് കേരിയർ മോഡിലാണ്. പക്ഷേ നമുക്ക് അവരെ ഒന്ന് ഷോപ്പിൽ കൊണ്ടുവിട്ടേക്ക്. ഓരോരുത്തർക്കും വേണ്ട സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുവിടുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു മോഡൽ ലിവറിയൊക്കെ കിടിലനാണ്, നല്ലതാണ്. ഇത് വേണ്ടവർ എൻ്റെ അടുത്ത് കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ ലിവറിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്നൊരു വീഡിയോ തന്നെ ഇടുന്നതാണ്. ഇതുവരെയും എല്ലാവരും കയറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ സ്ഥലത്തോട്ട് വിടാം. ഇത് പോകേണ്ട സ്ഥലം ഇച്ചിരി ദൂരമാണ്. എനിക്ക് ചിലപ്പം വീഡിയോസ് പാർട്ടായിട്ട് ഇടേണ്ടിയായിരിക്കും വരുന്നത്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ തരണേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഫസ്റ്റായിട്ട് 1K വ്യൂസായി. താങ്ക് യു ഫോർ ഓൾ വ്യൂവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ്. നിങ്ങൾ കാരണമാണ് ഒരു ഇതുപോലും ഇല്ലാതെ എൻ്റെ ചാനലിൽ ഇത്രയും വ്യൂസ് സെറ്റാക്കിയത്. അതിൻ്റെ മുന്നിലത്തെ മറ്റേ കൊമ്പൻ്റെ വീഡിയോയ്ക്ക് എനിക്ക് ഇതും കിട്ടി, 700 വ്യൂസൊക്കെ കിട്ടി. താങ്ക്സ് ഫോർ ഹെൽപ്പിങ് മീ. ഇവന്മാരൊക്കെ എന്തോ കാണിക്കുക. ഞാൻ കുറച്ച് നാളങ്ങോട്ട് പോയപ്പോൾ പോസ്റ്റ് അങ്ങ് ഇടിച്ചിട്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ പോവാം എന്നത്തേം പോലെ തന്നെ. ഗൈസ്, നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റിൽ പറയണേ ഗൈസ്. എനിക്ക് കമൻറ്റിലൊക്കെ നിങ്ങളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയതായിരിക്കും. എന്തുവായാലും നിങ്ങൾക്ക് അതേപോലത്തെ കമൻറ്റിലൊക്കെ എനിക്കിഷ്ടമുള്ള ഗെയിമുകളുടെ പേരൊക്കെ പറയാം. ഞാനതൊക്കെ കളിക്കാൻ ശ്രമിക്കാം. ഞാൻ PC എടുക്കണമെന്നുണ്ട്, പക്ഷെ PC എനിക്ക് മൈക്കില്ല, അതാണ് പ്രശ്നം. അതിൻ്റെ അത് സെറ്റാക്കിയിട്ട് ആകാം. മൈൻക്രാഫ്റ്റിൻ്റെ മൾട്ടിപ്ലെയർ വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കമൻറ്റിൽ പറയുക. ഇപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ജോലി നോക്കാം. നമ്മൾ ഇന്ന് ഒറ്റയ്ക്കാണ്. മറ്റേ KN വിളിച്ചില്ല. അവനെ വിളിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോയി കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. എന്തായാലും നമുക്ക് നമ്മുടെ ജോലി നോക്കാം. ഉമ്മാരവിടെ കിടന്ന് ബഹളം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ ലെവനില്ലാത്തതുകൊണ്ട് എന്തോ പോലെ. ആറാ പ്രശ്നം ഉണ്ടാക്കിയേ? ആരാന്ന്? അണ്ണൻ എവിടെ പോവാ? വണ്ടിയിലിരുന്ന് ഞാൻ കുതിര സവാരിക്ക് പോവാ. ആണോ? ഞാനും വരുന്നു. എടാ മോനെ, സെർലാക്ക് മേടിക്കാൻ എൻ്റെ പൈസ ഇല്ലടാ. ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നെ ഇന്ന് കൊണ്ടുപോയേ പറ്റും. കൊണ്ടുപോകാം. എൻ്റെ പൊന്നു മോനെ, ഞാനിനി എന്തോ ചെയ്യണം നിന്നെയൊക്കെ? 5000 RPM കോടണ്ണ, റിച്ചല്ലേ? എൻ്റെ പൈസ എല്ലാം കളയോ പട്ടി. എടാ മോനെ, നീ ഒരു കാര്യം ചെയ്. നീ ആരെയാളാ മോനെ എന്ന് വിളിച്ചേ? എന്നെ ഇടിയിട്ടു വേണ്ട. ഞാൻ പോയി ടിക്കറ്റ് പോകാം, അണ്ണന് വിളിക്കുന്നു. അല്ല, ഞാൻ ഡ്രൈവറായിട്ട് ഞാൻ ഇവിടെ അല്ലാതെ പിന്നെ നിൻ്റെ തലയിൽ കയറിയിരിക്കും. എൻ്റെ അണ്ണ ഊക്കാതണ്ണ. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇവർക്ക് ഇച്ചിരി നേരത്തെ എത്തണമെന്നാണ് പറഞ്ഞത്. കാലമാടൻ വരുത്തില്ലെന്നും പറഞ്ഞിട്ട് സുഖിച്ചോടിച്ചത്. നിങ്ങളുടെ മുന്നിൽ ഫെൻഡി ഇറങ്ങാൻ നിന്നപ്പോൾ ആ കാലൻ ബാക്കിൽ നിന്ന് വന്നു. പിന്നെ നമുക്ക് മാത്രമാണല്ലോ ഇങ്ങനെയൊക്കെ. അണ്ണ എന്തിനാ കാലെന്ന്? ഒരു കാലനൊക്കെ വന്ന് നമ്മുടെ പുറകിൽ ഇരുന്നാൽ നമ്മളെന്തോ ചെയ്യും? പോടാ പട്ടിയെന്ന് പറയും. അതേപോലെ ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞോട്ടെ. അപ്പം നമ്മൾ തമ്മിൽ ഇങ്ങനെ
അപ്പം നമ്മളെ ഒരു കാര്യമില്ല. ഇല്ല, നീ ഒന്ന് ഇറങ്ങിപ്പോ പ്ലീസ്. കൊള്ളാണ്ണ. ഞാൻ പോകുന്നൊന്നുമില്ല, അണ്ണൻ്റെ കൂടെ തന്നെ കാണും. ഗൈസ്, നിങ്ങൾക്ക് ഇനി ഈ വീഡിയോയിലെല്ലാം ഇവൻ വേണമെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയണേ. കൂടാതെ ഈ മൈൻക്രാഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ മൾട്ടിപ്ലെയർ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. പിന്നെ അടുത്ത വേണ്ട ബസ്സും ഏതാണെന്ന് കമൻ്റ് ഇടുക. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് കമൻ്റ് ഇടാം. ഞാൻ എന്തിലും റിപ്ലൈ തരും. കൂടാതെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടൻറ്റിനെ പറ്റി പറയുവാണേ, അത് ഞാൻ അത് പിൻ ചെയ്ത് വെച്ചേക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് കുറച്ച് ദൂരം കൂടി ഉള്ളെന്നാണ് പറയുന്നത്. ഇപ്പം പാർട്ടായിട്ട് എനിക്കറിയത്തില്ല, നമുക്കിപ്പോൾ പോവാം. മഴയും. അണ്ണാ, ഞാനൊരു കാര്യം പറയട്ടെ. ഓണമുത്ത നീ പറഞ്ഞു ഇവിടെ മറ്റേ സുമതി ചേച്ചി ചത്ത. ആരാ? സുമതി ചേച്ചിയോ? സുമതി ചേച്ചി ഇനി മരിച്ചില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ആഴ്ചയെങ്കിലും അവരുടെ വീട്ടിൽ പോയതല്ലേ. അയ്യോ, മറ്റേ ലഡു തരുന്ന സുമതി ചേച്ചിയല്ല, സുമതി വള പറയാവോ? അവിടുത്തെ സുമതി. എടാ പോടാർക്ക അവിടെ നിന്ന്, ഈ കള്ളം പറയല്ലേ. ഇവിടുത്തെ ആൾക്കാരൊക്കെ അവരെ ജീവനോടെ കുഴിച്ചിട്ടെന്നാ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് വണ്ടിയൊക്കെ സ്റ്റോപ്പായി പോവും. അങ്ങനെയൊക്കെ ഉണ്ട്. നീ ശരിക്കുള്ള പറഞ്ഞോ? പിന്നെ ഞാൻ കള്ളം പറയോ? തനിക്ക് എന്താടോ? എന്താ ഡോന്നോ? എന്നെയോ? നീയൊന്നും അവിടെ നിന്നേടാവുമോ എന്നെ? അയ്യോ, കൊല്ലല്ലേ ഏട്ടാ, ഞാൻ പാവമാ. വാ, സമ്മതിച്ച്. ഇത് ഭയങ്കര ടഫാണ് ഇനി അവിടം വരെ എത്താൻ. ഇപ്പോൾ സമയം എത്ര ശേഷം? രാത്രി 8 മണിയായി. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചൊന്ന് അവസാനിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടുത്തെ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് പോകണം. എന്നിട്ട് ഈ കാലനെ എവിടെയെങ്കിലും തള്ളിയിട്ടിട്ട് നമുക്ക് പോകണം. അണ്ണാ എന്തേലും പറഞ്ഞാ? എന്തോ പറയാൻ? ഞാനെന്തോ പറയാനേ? എടാ പോണേ, ഞാനൊന്നും പറഞ്ഞില്ല. ഗൈസ്, ഈ കാലം വന്നപ്പോൾ തൊട്ട് എനിക്ക് പേടി വന്നു തുടങ്ങി. ഇത്ര നേരം നല്ല ധൈര്യത്തോടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഇപ്പം വീണ്ടും പേടി വന്നു തുടങ്ങി. അണ്ണാ, എന്താ? വണ്ടി ഇടയ്ക്കിടയ്ക്ക് പമ്മുന്നുണ്ട്. പമ്മെന്നോ? എന്നിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ. അണ്ണനിപ്പോൾ എന്താത്തിന് എൻ്റെ കൂടെ വന്നേ? അണ്ണാ, ശിവനെന്തോ വട്ടായെന്ന് തോന്നുന്നു. എന്തൊക്കെയോ പിച്ചും പയ്യൊക്കെ പറയുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കാട്ടിലോട്ട് അവനെ എടുത്ത് എറിയാം. ആ മോനെ എന്നെ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ അണ്ണാ? ഇതുകൊണ്ട് ഫ്രണ്ടിലോട്ടൊന്ന് ഇരുന്നോണേ. ആ ഡോറൊന്ന് തുറക്കുവാണേ. അങ്ങോട്ടൊന്ന് മോനെ ഇറങ്ങിക്കുക. ഇറങ്ങിയണ്ണ. എന്താ അണ്ണ? ശരിയടാ മോനെ. എന്നാ അയ്യോ, എന്നെ കൊണ്ടുപോണേ, എന്നെ കൊണ്ടുപോ. ദൈവമേ, അവനെന്തോ പിച്ചും പെയ്യൊക്കെ പറയുന്നത്. എനിക്കൊരു പേടിയുള്ളതുകൊണ്ട് അവനെ ഇട്ടത്, അവിടെ ഇട്ടത്. അതുകൊണ്ടാണ് എനിക്കൊരു പേടിയുണ്ട്. ആ ചെറുക്കന് വല്ല പ്രേതബാധയുണ്ടോ? അവന് വന്നപ്പോൾ തൊട്ട് പ്രേതത്തിനെ പറ്റി സംസാരിക്കാനേ ഉള്ളായിരുന്നു. പക്ഷേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇതിൻ്റെ കണ്ടൻറ്റ്സ് വേണമെങ്കിൽ എനിക്ക് DM ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഫോളോ ചെയ്യുക. അപ്പം ബൈ ബൈ.